ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण. ഇന്ന് അധ്യായം 11 വിശ്വരൂപം, വിശ്വരൂപ ദർശന യോഗം. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ 10ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു ഭഗവാന്റെ വിഭൂതികളെ പറ്റി അർജുനനെ വിശദീകരിക്കുകയും പിന്നെ ആ വിഭൂതികളെ അർജുനന്റെ ആവശ്യപ്രകാരം അർജുനൻ ഭഗവാനോട് വിഭൂതികളെ കുറിച്ച് വിസ്തരിച്ച് വിശദീകരിക്കുവാൻ ആവശ്യപ്രകാരം ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക്, പരിമിതമായ ഇന്ദ്രിയങ്ങൾക്ക് എത്രമാത്രം ഗ്രഹിക്കുവാൻ സാധിക്കുമോ അത്രമാത്രമുള്ള ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ പ്രകടിപ്പിക്കുന്ന വിഭൂതികളെ കുറിച്ച് ഭഗവാൻ വിശദീകരിച്ചു. വളരെ ചുരുക്കത്തിലാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. എന്റെ വിഭൂതികളുടെ ഒരു കണിക മാത്രമാണ് ഭഗവാൻ വിവരിച്ചത് എന്ന് പറഞ്ഞു. കാരണം ഭഗവാന്റെ വിഭൂതികൾ, ഐശ്വര്യങ്ങൾ അനന്തമാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ അധ്യായത്തിൽ ഭഗവാൻ എങ്ങനെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്റെ ശക്തിയെ വിന്യസിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു അദ്ദേഹത്തിൽ എല്ലാം കുടികൊള്ളുന്നു. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവായി. മയി സർവമിതം പ്രോതം, എല്ലാം ഭഗവാനിൽ ഒരു മാലയുടെ നൂലിന്മേൽ മുത്തുകൾ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഭൗതിക പ്രപഞ്ചം മുഴുവനും, ചരാചരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ കോർത്തിണക്കിയിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ ഇല്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ഭഗവാൻ അർജുനന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലെ ചരാചരങ്ങളും സൃഷ്ടികൾ മുഴുവനും, ബ്രഹ്മാവിന്റെ ഗ്രഹം മുതൽക്ക് താഴെയുള്ള പാതാളം വരെയുള്ള എല്ലാ ലോകങ്ങളും, അതിലുള്ള ചരാചരങ്ങളും എല്ലാം ഭഗവാനിൽ എങ്ങനെ അടങ്ങിയിരിക്കുന്നു, ഭഗവാൻ എങ്ങനെ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്നു എന്നെല്ലാം അർജുനന് നേരിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുകൂടാതെ ഭഗവാന്റെ സ്ഥിതി അല്ലെങ്കിൽ ഭഗവാന്റെ സംരക്ഷണം, ഭഗവാനിലെ ചരാചരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് കാണിക്കുന്നു. അതുകൂടാതെ ഭഗവാൻ സംഹാരരൂപിയായ കാലമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് എല്ലാത്തിനെയും സംഹരിക്കുന്നത്, അതും ഭഗവാൻ അർജുനനെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ വിശ്വരൂപത്തിൽ 2 പാർട്ടായിട്ട് ഭഗവാൻ അർജുനന് ഭഗവാന്റെ സംരക്ഷണത്തെയും ഭഗവാന്റെ സംഹാരത്തെയും രണ്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർജുനന്റെ വാക്കുകളിലൂടെ, അർജുനന്റെ ആ ഭഗവാനോടുള്ള ആ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഭഗവാൻ എങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു, എങ്ങനെ ഭഗവാൻ എല്ലാത്തിനെയും സംഹരിക്കുന്നു, രണ്ടും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ ഭഗവാൻ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഞാൻ നിനക്കാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത്. ഇതിനു മുൻപ് എന്ന് പറഞ്ഞാൽ ഈ അർജുനന് കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് എത്രമാത്രം യുഗങ്ങൾ കഴിഞ്ഞാലും ഇതിനു മുൻപ് ഭഗവാൻ തന്റെ വിശ്വരൂപത്തെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ വിഭൂതികളെ, ഐശ്വര്യത്തെ, ഭഗവാന്റെ ആ വിശ്വരൂപത്തെ ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കും. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം എന്ന നിലയിലാണ് കൃഷ്ണന്റെ സ്ഥാനം എന്ന് ഭഗവാൻ പറഞ്ഞു. അഹമാതിർഹ്യ ദേവാനാം മനുഷ്യാനാം ഋഷീനാം ച സർവശഃ എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ് എന്ന്. കൂടാതെ ചതുശ്ലോകം ഭഗവാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടത്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവ സമന്വിത. എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. കൂടാതെ
ഭഗവാനിൽ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിശക്തി ഭഗവാൻ തന്നെ നേരിട്ട് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ അജ്ഞാനത്തെ നീക്കി പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് ചതുശ്ലോകമായ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിശ്വരൂപത്തെ ഭഗവാന്റെ വിഭൂതികളെ അർജുനന് വിശദീകരിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. 10ാമത്തെ അധ്യായത്തിൽ അങ്ങനെ 10ാമത്തെ അധ്യായം കഴിഞ്ഞ 11ാമത്തെ അധ്യായത്തിന്റെ വിവർത്തനം എന്താണ്? 10ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. പരമാത്മാരൂപത്തിലുള്ള ഭഗവാന്റെ ആ ഒരു അംശം, ഭഗവാന്റെ വിസ്തരണമാണ് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സംരക്ഷണം നടത്തുന്നത് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അപ്പോൾ അതാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. കൃഷ്ണനാണ് അർജുനന്റെ രഥം ഓടിക്കുന്നതെങ്കിലും അവൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ കൃഷ്ണന്റെ സർവവ്യാപിയായ രൂപം കാണാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. തന്റെ വിശ്വരൂപം വെളിപ്പെടുത്താൻ അർജുനൻ കൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്? അഥവാ ബഹുനൈതേന കിംജ്ഞാതേന തവാർജുന വിഷ്ടവ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഏക അംശേന, എന്റെ ഒരു അംശമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു. അതായത് ക്ഷീരോദകശായിയായ ഭഗവാൻ വിഷ്ണു ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും പരമാത്മ രൂപേണ പ്രവേശിച്ച് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞതോടുകൂടി അർജുനൻ ആഗ്രഹമായി, എങ്ങനെയാണ് ആ പരമാത്മ സ്വരൂപിയായ വിശ്വരൂപം ഈ ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്? അത് കാണുവാനായിട്ട് അർജുനൻ ആഗ്രഹം വരുന്നു. അങ്ങനെ അർജുനൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. അങ്ങനെ ഭഗവാൻ അർജുനന്റെ ആഗ്രഹപ്രകാരം തന്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ 11 1 മുതൽ 8 വരെയുള്ള ശ്ലോകത്തിൽ അർജുനന്റെ അഭ്യർത്ഥനയും വിശ്വരൂപത്തെ കുറിച്ചുള്ള കൃഷ്ണന്റെ വിവരണവും, 9 മുതൽ 31 വരെ സഞ്ജയന്റെ വിശ്വരൂപത്തിന്റെ വിവരണമാണ്. കാരണം അർജുനൻ വിശ്വരൂപം കാണുമ്പോൾ സഞ്ജയൻ അതിന്റെ വിവരണം ധൃതരാഷ്ട്രക്ക് കൊടുക്കുന്നു. 32 മുതൽ 34 വരെ കാലരൂപമായിട്ട് ഭഗവാനെ കാണുകയാണ് അർജുനൻ. എന്റെ ഉപകരണം മാത്രമാകുക. അർജുനനോട് ഭഗവാൻ പറയുന്നു, ഞാൻ കാലരൂപേണ എല്ലാം ഈ യുദ്ധം മുഴുവൻ യുദ്ധകളത്തിൽ ചേർന്നിരിക്കുന്ന പഞ്ചപാണ്ഡവർ ഒഴിച്ചുള്ളവരെ എല്ലാം ഞാൻ സംഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പാണ്ഡവർ എന്റെ വെറും ഒരു ഉപകരണം മാത്രമായി ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. പിന്നീട് 35 മുതൽ 46 വരെ അർജുനന്റെ പ്രാർത്ഥന ആ വിശ്വരൂപിയായ കാലരൂപിയായ ഭഗവാനെ അർജുനൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത്രയും സമയം അർജുനൻ ഭഗവാനെ തന്റെ സുഹൃത്തായിട്ടും തന്റെ ഗുരുവായിട്ടും കണ്ടു. പക്ഷെ വിശ്വരൂപം കണ്ടതോടുകൂടി അർജുനന്റെ ദൃഷ്ടികോൺ മാറുന്നു. കാരണം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിന്റെയും ഉറവിടമായ, ആ എല്ലാത്തിന്റെയും സംരക്ഷദാതാവായ ഭഗവാനെയാണ് അർജുനൻ മുന്നിൽ കാണുന്നത്. അതോടുകൂടി അർജുനന്റെ ഭഗവാനോടുള്ള ദൃഷ്ടികോൺ മാറുന്നു. അർജുനൻ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു 47 മുതൽ 55 വരെ ശുദ്ധമായ ഭക്തിയോടുകൂടി ഭക്തിയാ ത്വയന്യയാ ശക്യ അഹമേവം വിധോർജുന എന്ന് ഭഗവാൻ പറയുന്നു. അതായത് അനന്യമായ ശുദ്ധമായ ഭക്തിയോടുകൂടി മാത്രമേ എന്റെ ഈ രൂപം കാണുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ആർക്കും ഭഗവാനെ നേരിട്ട് കാണുവാനോ ഭഗവാനെ അറിയുവാനോ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാനോ സാധ്യമല്ല എന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പറഞ്ഞു വരുന്നു. അതായത് ശുദ്ധഭക്തി, ഭഗവാനിൽ അനന്യമായ ഭക്തി, ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസം, ആ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് നമ്മുടെ ആ കർമ്മഫലമെല്ലാം നീങ്ങി നമ്മൾ ഈ പരിശുദ്ധരാകുമ്പോൾ മാത്രമേ ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇനി 11 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മ സംഹിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ
അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണ് അർജുനന് ഉപദേശങ്ങൾ നൽകിയത്? ഇതിനു മുൻപ് 10 അധ്യായം വരെ ഭഗവാൻ അർജുനന്റെ വ്യാമോഹം തീർക്കുവാനായിട്ട് ഉപദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട് അർജുനന്റെ വ്യാമോഹങ്ങൾ തീർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അർജുനൻ കേട്ടത്? രാജവിദ്യ, രാജഗുഹ്യ യോഗം കേൾക്കുന്നതിന്റെ പ്രഭാവമാണ്. അതായത് ശ്രവണം എന്നുള്ളത്, ആധ്യാത്മികമായ കാര്യങ്ങൾ നമ്മൾ ശ്രവണത്തിലൂടെ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അത് പ്രവേശിച്ച് നമ്മിൽ ആ വിശ്വാസം ഉളവാക്കുന്നുള്ളൂ. ആധ്യാത്മികമായ കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമായതുകൊണ്ട് നമുക്ക് സ്വയം ആ ഭൗതികമായ പരിമിതമായ ശക്തിയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് സ്വയം ആധ്യാത്മികമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മളും ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം. ശ്രവണം വളരെയേറെ മഹത്വമുള്ളതാണ്. ആ ശ്രവണത്തിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയുവാനും ആ ഭക്തി വളർത്തുവാനുമുള്ള മോഹം ഉണ്ടാകുന്നു. അതാണ് ആ കേൾക്കുന്നതിന്റെ പ്രഭാവം. 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു, ശൃണ്വതാം സ്വകഥാ കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാം. ആ ശൃണ്വതാം സ്വകഥാ കൃഷ്ണഃ, കൃഷ്ണനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നതിലൂടെ, ശ്രവണത്തിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? പുണ്യശ്രവണ കീർത്തനം, അത് പുണ്യമാണ്. അത് നമുക്ക് പുണ്യം പ്രദാനം ചെയ്യുന്നു. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഹൃദ്യന്തസ്തോഹി അഭദ്രാണി, അഭദ്രങ്ങൾ, എന്തെല്ലാം കൽമഷങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ അതെല്ലാം നീക്കിയിട്ട് വിധുനോതി സുഹൃത് സദാം, നമുക്ക് ആ ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ, നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട് അദ്ദേഹം വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മിൽ ആ ഭഗവാനെ കുറിച്ച് കേൾക്കുവാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നതോടുകൂടി, ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കിയിട്ട് നമുക്ക് ഭഗവാൻ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഭഗവാനെ കുറിച്ച് സ്വയം ഭഗവാൻ ഉപദേശിക്കുന്നത് കേട്ട് കേട്ട് അർജുനന്റെ വ്യാമോഹമെല്ലാം നീങ്ങി എന്നാണ് അർജുനൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വ്യാമോഹമെല്ലാം തീർന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അർജുനൻ ഭഗവാനോട് വിശ്വരൂപം കാണിക്കാൻ ആവശ്യപ്പെടുന്നത്? അത് 11ാമത്തെ ഈ 3ാമത്തെ ശ്ലോകത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് വ്യാമോഹങ്ങൾ തീർന്നിരിക്കുന്നത്? കൃഷ്ണന്റെ കൃപയാൽ വ്യാമോഹങ്ങൾ തീർന്നതായിട്ട് അർജുനൻ സ്വയം തിരിച്ചറിയുകയാണ് ചെയ്തത്. അർജുനന്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതുവഴിയെ തന്റെ സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമാണ് യുദ്ധക്കളത്തിൽ നിരന്നിരിക്കുന്നത്. അവരെ താൻ വധിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു അനുകമ്പയും ദുഃഖവും എല്ലാം അർജുനനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേശ്ശെ നീങ്ങിപ്പോകുന്നത്, ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് അർജുനന്റെ മനസ്സ് ക്ലിയർ ആയിട്ട് വരുന്നത് അർജുനനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്ത് വ്യാമോഹങ്ങൾ അർജുനൻ തീർന്നിരിക്കുന്നത്? കൃഷ്ണൻ ഒരു സാധാരണ സുഹൃത്തോ മനുഷ്യനോ ആണ് എന്നുള്ള അർജുനന്റെ വ്യാമോഹം. ഇതുവരെ അർജുനൻ വിചാരിച്ചിരുന്നത് തന്റെ സുഹൃത്താണ് ഭഗവാൻ, തന്റെ കസിനാണ്, തന്റെ ബന്ധുവാണ് എന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷെ അത് മാറി സാക്ഷാത് ഭഗവാനാണ്, എല്ലാത്തിന്റെയും കാരണഭൂതനായ ഭഗവാനാണ് അർജുനന് ഭഗവാൻ എന്ന്, കൃഷ്ണൻ എന്ന് അർജുനന് മനസ്സിലായിരിക്കുന്നു. അങ്ങനെ 11ാം അധ്യായത്തിലൂടെ കൃഷ്ണനെ സർവ്വ കാരണങ്ങൾക്കും കാരണമായിട്ട് ഭഗവാന്റെ ആ വിശ്വരൂപം ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ഭൗതിക പ്രകൃതി, ജീവാത്മാവ്, എല്ലാ ദേവന്മാരും, എല്ലാ അവതാരങ്ങളും എല്ലാം മഹാവിഷ്ണുവിൽ അടങ്ങിയിരിക്കുന്നത്, ആ വിശ്വരൂപത്തിൽ അടങ്ങിയിരിക്കുന്നത് അർജുനന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അർജുനന് ഭഗവാൻ താനാണ് എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം എന്ന് കാണിച്ചു കൊടുക്കുന്നു. 2 മുതൽ 4 വരെയുള്ള ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോമയ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയ അസ്തമയങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏവമേതദ് യഥാ തത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഹേ പരമപുരുഷോത്തമ, ഹേ പരംപൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എന്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വ ആവിഷ്കാരത്തിൽ എങ്ങും
അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അതായത് ഭഗവാൻ സ്വയം വിവരിച്ചു കൊടുത്തു അർജുനന്. 10ാമത്തെ അധ്യായത്തിലൂടെ 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഭഗവാൻ അർജുനന് വിവരിച്ചു കൊടുത്തു. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ശക്തിയാൽ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്, എങ്ങനെയാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത് എന്നെല്ലാം വിവരിച്ചു കൊടുത്തു. പക്ഷേ അർജുനൻ പറയുന്നു, എനിക്കത് നേരിട്ട് കാണുവാൻ ആഗ്രഹമുണ്ട്. ഈ വിശ്വപ്രപഞ്ചത്തിൽ എങ്ങും ഭഗവാൻ എങ്ങനെ ഉൾച്ചേർന്നിരിക്കുന്നു, എല്ലാത്തിനെയും എങ്ങനെ തന്റെ ശരീരത്തിൽ അടക്കിയിരിക്കുന്നു, അതെല്ലാം കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന് അർജുനൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. മന്യസേ യഥി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസ്സീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരയണമേ. അപ്പോൾ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ആജ്ഞാപിക്കുകയോ കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയോ അല്ല ചെയ്യുന്നത്. കാരണം എന്താണ്? ഭഗവാന് സ്വയം നമ്മിൽ കരുണ തോന്നിയിട്ട്, നമ്മുടെ സേവനത്തിൽ സന്തുഷ്ടനായി ഭഗവാന് സ്വയം നമ്മിൽ കരുണ തോന്നിയാൽ മാത്രമേ അദ്ദേഹത്തിന് നമ്മളെ ഭഗവാനെ കാണിച്ചു തരണമെന്നുള്ള ആ ഒരു കാണിച്ചു തരണമെന്ന് തോന്നുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്നു, നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാന് നമ്മളെ അദ്ദേഹത്തിന്റെ രൂപം കാണിച്ചു തരണമെന്നൊന്നുമില്ല. നമുക്ക് യോഗ്യതയുണ്ടോ ഭഗവാനെ കാണുവാൻ? അതാണ് നമ്മൾ സ്വയം ആദ്യം ചോദിക്കേണ്ടത്. നമുക്ക് ഭഗവാനെ കാണുവാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്, കൂടാതെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും മാലിന്യം നിറഞ്ഞിരിക്കുന്നു, നമുക്ക് ഭൗതികതയിൽ ആസക്തിയുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ആ ആധ്യാത്മികനായ ഭഗവാനെ കാണുവാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് നമ്മൾ സ്വയം ആലോചിക്കണം. അപ്പോൾ ഒരാൾക്ക് ഭഗവാനെ കാണണം, അതുകൊണ്ട് ഭഗവാനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഭഗവാനിൽ വിശ്വസിക്കില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ആ ആധ്യാത്മികനായ പൂർണ്ണമായിട്ടും പരിശുദ്ധനായ ഭഗവാനെ കാണുവാൻ യോഗ്യത നമ്മൾ ആദ്യം നേടണം. ആ യോഗ്യത എന്താണ്? നമ്മൾ സ്വയം പരിശുദ്ധരാകണം. നമ്മൾ ഇപ്പോൾ അജ്ഞാനത്തിൽ, അപൂർണതയിൽ, പവിത്രതയിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം മലീമസമാണ്. അപ്പോൾ അവയെ നമ്മൾ പരിശുദ്ധമാക്കണം, ആധ്യാത്മികമാക്കണം, ജ്ഞാനത്താൽ പവിത്രമാക്കണം. അതിനുശേഷം നമ്മുടെ ആ സേവനത്തിൽ ഭഗവാന് സന്തുഷ്ടനാകുമ്പോൾ അദ്ദേഹത്തെ കാണിച്ചു തരും. അത് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ്, എനിക്ക് അങ്ങയെ കാണുവാനുള്ള, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, എനിക്ക് അതിനുള്ള കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് അത് കാണിച്ചു തരണമേ എന്ന് ആ ഭഗവാന്റെ കരുണയ്ക്കൊണ്ട് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുകയല്ലോ, പിന്നെയോ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? എല്ലാവർക്കും കൃഷ്ണന്റെ ദിവ്യ പ്രഭാവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതായത് ആ സാധാരണ ജനങ്ങൾക്കും, ചിലരെല്ലാം ഭഗവാന്റെ അവ്യക്ത രൂപത്തെയാണ് ആരാധിക്കുന്നത്, ഭഗവാനിൽ എല്ലാം ഉൾപ്പൂകിയിരിക്കുന്ന ഭഗവാന്റെ ആ ശക്തിയെ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കും വിശ്വാസം ഉളവാക്കാൻ വേണ്ടി, അല്ലാതെ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്കും ആ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് അർജുനന് വ്യക്തിപരമായ ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും കൃഷ്ണന്റെ വ്യക്തിപരമായ രൂപത്തിൽ അവനെ കാണുന്നതിൽ പൂർണ്ണമായും സംതൃപ്തനാണ്. അപ്പോൾ അർജുനന് ഭഗവാന്റെ ആ ദ്വിഭുജധാരിയായ ഭഗവാന്റെ രൂപത്തിലാണ് കാണുവാനാണ് ആഗ്രഹം. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, ഇനി കലികാലത്തിൽ ഭഗവാനിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, ഭഗവാൻ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഭഗവാൻ ആ രൂപത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ, ഭഗവത്ഗീതയിലൂടെ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആർക്കും അവിശ്വസിക്കുവാൻ തരമുണ്ടാകുകയില്ല. വഞ്ചകരെ ഒഴിവാക്കാൻ ഭാവിയിൽ അവതാരങ്ങളായി വേഷമിടുന്ന നിരവധി വഞ്ചകർ ഉണ്ടാകുമെന്നതിന് ഒരു മാനദണ്ഡം സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ കലികാലത്തിൽ നമുക്ക് ഒരുപാട് പേരെ കാണാം, ഞാൻ ഭഗവാനാണ്, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം എന്നിൽ കുടികൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുന്ന അനേകം വഞ്ചകരുണ്ട്. നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾ സ്വയം ഭഗവാനാണ് എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തന്നതുപോലെ ഞങ്ങൾക്ക് വിശ്വരൂപം കാണിച്ചു തരണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. കാരണം ഭഗവാൻ സ്വയം താൻ ഭഗവാനാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് നമ്മളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് അത് ചോദിച്ച് അവരുടെ വഞ്ചന പുറത്തു കാട്ടുവാൻ സാധിക്കും.
അർജുനൻ കൃഷ്ണന്റെ പ്രസ്താവനയെ സാധൂകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്തെല്ലാം തന്റെ വൈഭവത്തെ കുറിച്ച് പറഞ്ഞുവോ അതെല്ലാം മറ്റുള്ളവർക്ക് തെളിവാകുവാൻ വേണ്ടിയിട്ട് അർജുനൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു. കൃഷ്ണൻ സൈദ്ധാന്തികമായോ തത്വശാസ്ത്രപരമായോ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപമാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. കൂടാതെ ഇവിടെ പറയുന്നു, കൃഷ്ണന്റെ രൂപം കാണാൻ അർജുനൻ അപേക്ഷിച്ചു കൽപ്പിക്കുന്നില്ല. കാരണം ഭഗവാന്റെ രൂപം കാണാനുള്ള യോഗ്യത വേണം നമുക്ക്. എന്തെല്ലാമാണ് യോഗ്യതകൾ? ഭഗവാന്റെ കാരുണ്യത്താൽ, ഭഗവാൻ വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കുകയുള്ളൂ. മാനസിക ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ധാരണ എന്നിവ കൊണ്ട് സാധ്യമല്ല. ഭഗവാനെ യോഗേശ്വരൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. അതായത് എല്ലാ യോഗങ്ങൾക്കും ഈശ്വരനായിട്ടുള്ളവൻ. അതായത് യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ആധ്യാത്മികമായ പ്രക്രിയകൾ. ആ പ്രക്രിയകളുടെ എല്ലാം ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം, ഹഠയോഗം, ഇവിടെയെല്ലാം ഈശ്വരൻ അതായത് ഇവയെല്ലാം അറിയുന്ന ജ്ഞാനമുള്ള, പൂർണ്ണജ്ഞാനം ഉൾക്കൊള്ളുന്ന ഭഗവാനാണ് കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ മാത്രമേ, നമ്മൾ പരിശുദ്ധരായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനുള്ള യോഗ്യത ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഭഗവാൻ അർജുനന് ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. ഇതാ ആദിത്യർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവതമാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശായച്ഛാന്യ ദ്രഷ്ടുമിച്ഛസി. അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നത് എന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കാണാൻ ആഗ്രഹിച്ചേക്കുന്നതും സർവചരാചരങ്ങളും, അതായത് ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിക്കുന്നതും, ഭാവിയിൽ എന്തെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അർജുനൻ തന്റെ യുദ്ധത്തിന്റെ ഫലം എന്ത് എന്ന് കാണുവാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധത്തിൽ തങ്ങൾ ജയിക്കുമോ, കൗരവാദികൾ തോൽക്കുമോ, തങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ ആകുമോ, അതെല്ലാം അർജുനന്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു, നിന്റെ ആഗ്രഹം ഭാവിയിലും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഭഗവാന്റെ ശക്തി എങ്ങനെ ഭൗതിക പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നത് മാത്രമല്ല, മേലിൽ എന്താകും എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷേ ഭഗവാൻ പറയുകയാണ്, നതു മാം ശക്യതേ ദ്രഷ്ടും അനേനൈവ സ ചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷുഹു പശ്യമേ യോഗമൈശ്വരം. പക്ഷെ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല. എന്തുകൊണ്ടാണത്? അർജുനന്റെ നേത്രങ്ങൾ ഭൗതികമാണ്, അവയ്ക്ക് പരിമിതിയുണ്ട്. ആ അനന്തമായ ആധ്യാത്മികമായ ആ ഭഗവാന്റെ രൂപത്തെ, കാരണം ഭഗവാന്റെ അനന്തമായ രൂപം എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹവ്യൂഹങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ അനന്തമായ രൂപത്തെ നമ്മുടെ ഈ ഭൗതികമായ ചെറിയ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ നേത്രങ്ങൾക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഒരു ചെറിയ അകലത്തിലുള്ള എത്രമാത്രം സാധിക്കുമോ അത്രമാത്രമേ ദൂരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. വളരെ അധികം പ്രകാശമോ അല്ലെങ്കിൽ ഇരുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് അത് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ് നൽകുന്നു, ദിവ്യമായ കണ്ണുകളെ പ്രദാനം ചെയ്യുകയാണ്. ആ ദിവ്യമായ കണ്ണുകൾ കൊണ്ട് അർജുനന് അനന്തമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. കൃഷ്ണന്റെ വിശ്വരൂപം കാണുവാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത് എന്ന്. കാരണം ആ ഭഗവാന്റെ ആ ആധ്യാത്മികമായ വീക്ഷണത്തിലൂടെ മാത്രമേ ഭഗവാനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ
8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന അർജുനനെ അവന്റെ ഐശ്വര്യങ്ങൾ കാണിക്കാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 5ാമത്തെ ശ്ലോകത്തിൽ പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള രൂപങ്ങൾ കാണാൻ പറയുന്നു. 6ാമത്തിൽ ആശ്ചര്യകരമായ ദർശനമാണത് എന്ന് പറയുന്നു. ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തത്. 7ാമത്തതിൽ മുഴുവൻ ചരാചരങ്ങളും അവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. കൂടാതെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും കുറിച്ചുള്ള ദർശനമാണ് അർജുനന് കാണിക്കുവാൻ പോകുന്നത്. പക്ഷെ അതിന് ദിവ്യ ചക്ഷുസ് ആകയാൽ ഭഗവാൻ തന്റെ അർജുനന് ദിവ്യ ചക്ഷുസിനെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇനി 9 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ സഞ്ജയൻ അർജുനന്റെ ദൃഷ്ടിയിലൂടെ, സഞ്ജയനും അവിടെ ഇരുന്ന് ഇതെല്ലാം കാണുകയാണ് ഭഗവാൻ ധൃതരാഷ്ട്രയുടെ കൊട്ടാരത്തിൽ. അപ്പോൾ ഇനി അർജുനൻ കാണുന്നു, സഞ്ജയൻ വിവരിക്കുകയാണ് ചെയ്യുന്നത്. 13ാമത്തെ ശ്ലോകത്തിൽ 9 മുതൽ 13 വരെ കൃഷ്ണൻ അർജുനന് ആവശ്യമായ ദർശനം നൽകുന്നത് എങ്ങനെയെന്ന് സഞ്ജയൻ വിവരിക്കുന്നു. അപ്പോൾ അർജുനൻ കൃഷ്ണന്റെ വിശ്വരൂപം കാണുന്നു. 14 മുതൽ 19 വരെ കൃഷ്ണന്റെ ആ ഐശ്വര്യപരമായ എല്ലാ ചരാചരങ്ങളെയും ഭൗതിക പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന കൃഷ്ണന്റെ ഐശ്വര്യപൂർണമായ ആ രൂപത്തെ അർജുനൻ കാണുന്നു. 20 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് കൃഷ്ണന്റെ കാലരൂപം, അതായത് എല്ലാത്തിനെയും സംഹരിക്കുന്ന ആ കാലരൂപത്തെ ആയിട്ട് അർജുനൻ ഭഗവാനെ കാണുകയാണ്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ അർജുനൻ അവിടെ വിശ്വരൂപം കാണുമ്പോൾ, ഭഗവാൻ അർജുനന് ആ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ കൊട്ടാരത്തിൽ ഇരുന്ന് അത് കാണുകയാണ്. അപ്പോൾ സഞ്ജയൻ എന്തെല്ലാമാണ് കാണുന്നത്? അനേക വക്രനയന അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകാധ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യ ആഭരണങ്ങളാൽ അലങ്കൃതമായ രൂപം, അനേകം ദിവ്യ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരിക്കുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. അങ്ങനെയാണ് സഞ്ജയനും അർജുനൻ കാണുന്നു. പക്ഷെ അർജുനൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല, വിവരിക്കുന്നത് സഞ്ജയനാണ്. അപ്പോൾ സഞ്ജയൻ പറയുകയാണ്, ഇത്രമാത്രം അത്ഭുതവും ആശ്ചര്യകരവുമായിട്ടുള്ള രൂപമാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത് എന്ന്. ഈ ശ്ലോകങ്ങളിൽ അനേകം എന്ന് പലതവണ പ്രയോഗിച്ചിട്ടുള്ളത് അർജുനൻ കണ്ട കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, പാദങ്ങൾ മുതലായവയ്ക്ക് എണ്ണമില്ല എന്ന് വ്യക്തമാക്കുന്നു. പ്രപഞ്ചത്തിൽ എങ്ങുമായി ചിതറി കിടക്കുകയാണ് ആവിഷ്കാരങ്ങൾ. പക്ഷേ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ഒരേ സമയം കാണുവാൻ അർജുനന് സാധിച്ചു. കൃഷ്ണന്റെ മഹാപ്രഭാവമാണ് ഇതിന് കാരണം. അപ്പോൾ പുരുഷ സൂക്തം എന്ന വേദങ്ങളിലെ ഒരു സൂക്തമുണ്ട്. ആ പുരുഷ സൂക്തം ഈ വിശ്വരൂപത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. വിശ്വരൂപത്തെ പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ്. അതായത് സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ്. സഹസ്രശീർഷ ആയിരക്കണക്കിന് മുഖങ്ങൾ, സഹസ്രശീർഷ, സഹസ്രാക്ഷ ആയിരക്കണക്കിന് കണ്ണുകൾ, സഹസ്രപാദ് ആയിരക്കണക്കിന് പാദങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന പുരുഷ സൂക്തം എന്നുള്ള ഒരു സൂക്തം മന്ത്രപുഷ്പം എന്നുള്ള ഒരു കൃതിയിലുണ്ട്. അതെല്ലാം ഈ ഭഗവാന്റെ വിശ്വരൂപത്തെ, ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ മഹാവിഷ്ണുവിന്റെ വിശ്വരൂപത്തെ കുറിച്ചുള്ള വർണ്ണനമാണ്. അതാണ് അർജുനൻ നേരിട്ട് അവിടെ കാണുകയാണ് ചെയ്തത്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യതി ഭാഹ സദൃശി സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ആയിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. അപ്പോൾ സഞ്ജയൻ എങ്ങനെയാണ് ധൃതരാഷ്ട്രയോട് ആ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്? ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രകാശം ഉണ്ടാകുമോ അത്രമാത്രം പ്രകാശത്തോടു കൂടി, ഒരു ഉജ്ജ്വലമായ ഒരു തേജോ പുഞ്ചത്തോടു കൂടിയാണ് ആ ഭഗവാന്റെ രൂപത്തെ കാണുവാനായിട്ട് സാധിച്ചത് എന്ന് സഞ്ജയൻ പറയുന്നു. അല്ലാതെ സഞ്ജയൻ എങ്ങനെ വിവരിക്കുകയാണ്? ധൃതരാഷ്ട്രക്ക് കാണുവാൻ സാധിക്കുന്നില്ല, കണ്ണില്ല. അപ്പോൾ ധൃതരാഷ്ട്രക്ക് എന്തെങ്കിലും
പറഞ്ഞ് ഉപമയോടുകൂടി പറഞ്ഞ് സഞ്ജയന് ബോധിപ്പിക്കണമായിരുന്നു. അതിന് പറയുകയാണ്, 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം, അത്രത്തോളം പ്രകാശത്തോടു കൂടി ഉജ്ജ്വലമായ തേജസ്സോടുകൂടി പ്രകടമായതാണ് ആ രൂപം എന്ന് സഞ്ജയൻ പറയുന്നു. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേ കഥ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത. വിശ്വാത്മകമായ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാ വിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണുവാൻ സാധിച്ചു. അപ്പോൾ ആദ്യം ഭഗവാന്റെ ഐശ്വര്യത്തെ, ഭഗവാന്റെ വിഭൂതിയെയാണ് ഭഗവാൻ ഇവിടെ പ്രകടമാക്കുന്നത്. അതാണ് അർജുനന് കാണുവാൻ സാധിച്ചത്. എന്താണ്? ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്ന, ഈ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉൾക്കൊള്ളുന്ന തന്റെ രൂപത്തെയാണ് അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. തതഹാ സാ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമോദനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. അപ്പോൾ അത് കണ്ടപ്പോൾ, ഇത്രയും നേരം തന്റെ സുഹൃത്തായിട്ട്, തന്റെ കസിനായിട്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുവായിട്ട് സ്വീകരിച്ച് ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട അർജുനൻ ഇത്രയും രൂപം തന്റെ സുഹൃത്തായിട്ട് കണ്ട ഭഗവാനെ എങ്ങനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു? പരിഭ്രാന്തനായി, വിസ്മയാധീനനായി, രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുന്നിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ട് അർജുനൻ ഇങ്ങനെ പറയുകയാണ്. അതായത് അർജുനന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാകുന്നു. ഇതെല്ലാം ഭഗവാൻ പറഞ്ഞതെല്ലാം നേരിട്ട് കാണുന്നതോടുകൂടി ആ ഭഗവാൻ ആരാണ് എന്നുള്ള സത്യം അർജുനന് മനസ്സിലാകുകയാണ്. ദിവ്യ ദർശനം ഉണ്ടായപ്പോൾ തന്നെ അർജുനന് കൃഷ്ണനോടുള്ള ബന്ധത്തിൽ വലിയ ഒരു മാറ്റം വന്നു. മുമ്പ് അവർക്ക് തമ്മിൽ സുഹൃത് ഭാവനയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ ആദരപൂർവം തല കുനിക്കുകയും കൈകൂപ്പി വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതായത് ആ ബന്ധത്തിന്റെ വലിപ്പത്തിൽ മാറ്റം വരുന്നു. ഭഗവാനെ സാക്ഷാത് ഭഗവാനായിട്ട് അർജുനൻ ഇപ്പോൾ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഭഗവാനെ നമുക്ക് പല വിധത്തിൽ ദർശിക്കുവാൻ സാധിക്കും. അപ്പോൾ അർജുനൻ ഭഗവാനെ ഇവിടെ സുഹൃത്തായിട്ടാണ് കരുതിയിരുന്നത്. ആ സുഹൃത്ത് ഒരു രസമാണ്. ഭഗവാനുമായിട്ട് നമുക്ക് പല പല രസങ്ങളിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നമ്മൾ ശുദ്ധഭക്തരായി കഴിഞ്ഞാൽ ആ ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന പലതരത്തിലുള്ള രസങ്ങളുണ്ട്. എങ്ങനെയാണോ നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിലും പല ബന്ധങ്ങളുള്ളത്, നമുക്ക് മാതാവ് പിതാവായിട്ട് ഒരു ബന്ധമാണുള്ളത്, സഹോദരന്മാരായിട്ട് ഒരു ബന്ധം, സുഹൃത്തുക്കളായിട്ട് ഒരു ബന്ധമുണ്ട്, പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ബന്ധമുണ്ട്. അതുപോലെ ആധ്യാത്മിക ലോകത്തിലും നമുക്ക് കൃഷ്ണനുമായിട്ട് അങ്ങനെ പലവിധ ബന്ധത്തിൽ നമുക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ശാന്ത ദാസ്യ സഖ്യ വാത്സല്യ മാധുര്യ രസനാമ കൃഷ്ണഭക്തി രസമധ്യേ പഞ്ചപ്രധാന. 5 പ്രധാനമായിട്ടുള്ള രസങ്ങളാണ് ഭഗവാനുമായിട്ട് ശുദ്ധഭക്തന്മാർ പങ്കിടുന്നത്. ശാന്തമായിട്ടുള്ള ആരാധന, ദാസ്യം, ദാസ്യഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ ദാസരാണ് എന്നുള്ള ഭാവത്തിലുള്ള ആരാധന, സഖ്യം, ഭഗവാന്റെ സുഹൃത്തായിട്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, വാത്സല്യം, ഭഗവാന്റെ മാതാപിതാക്കന്മാരുടെ ആയിട്ട് നമ്മൾ ചിന്തിച്ച് ഭഗവാനെ ആരാധിക്കുന്നു, പിന്നെ മാധുര്യം, ഭഗവാനെ നമ്മുടെ കാമുകനായിട്ട് ഭർത്താവായിട്ട് കരുതി നമുക്ക് ഭഗവാനെ ആരാധിക്കാം. അതുകൂടാതെയും വീണ്ടും ഒരു 7 വിധത്തിലുള്ള ദ്വിതീയ രസങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഹാസ്യ, അദ്ഭുത, വീര, കരുണ, രൗദ്ര, ബീഭത്സ, ഭയ. അത് 7 വിധത്തിലുള്ള രസങ്ങൾ രണ്ടാമത്തേത്. അത് അങ്ങനെയും ഭഗവാനെ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കും. അതായത് കംസൻ ഭയഭീതിയോട് കൂടിയാണ് ഭഗവാനെ എപ്പോഴും ഓർമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ നമുക്കും ഈ വിധത്തിലും ഭഗവാനെ ആരാധിക്കുവാൻ സാധിക്കും. പക്ഷേ ഈ ആദ്യത്തെ 5 രസങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതാണ് ശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ആരാധന. അതുവഴി ആ ഭക്തിയിലൂടെ നമുക്ക് ഭഗവാന്റെ ധാമത്തെ പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അർജുനൻ പറയുകയാണ്, അർജുനൻ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ രമാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാനുരകാംശ ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരും മറ്റ് സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്ന് അരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. അപ്പോൾ ഭഗവാന്റെ ദേഹത്തിൽ ഇവരെയെല്ലാം അർജുനന് കാണുവാനായിട്ട് സാധിക്കുന്നു.
അനേക ബാഹൂദര വക്ര നേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അല്ലയോ ജഗന്നാഥ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല, ആദിയോ അന്തമോ മധ്യമോ കാണുന്നില്ല. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കാദ്യുതിം അപ്രമേയം. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂഴെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസുകൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ ഇവിടെയും കാണുന്നു. അപ്പോൾ അഗ്നി വളരെ ശക്തിയോടുകൂടി ആളിക്കത്തുമ്പോൾ, അല്ലെങ്കിൽ മധ്യാഹ്ന സൂര്യൻ വളരെ തേജസ്സോടുകൂടി പരക്കുമ്പോൾ നമുക്ക് എല്ലാം വളരെ പ്രകാശമാനമായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ സഞ്ജയൻ ഇവിടെ പറഞ്ഞതുപോലെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമാണ് അപ്പോൾ അവിടെ പരന്നത്. അപ്പോൾ ആ പ്രകാശത്തിൽ അർജുനനെല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല എങ്കിൽ കൂടെ അർജുനൻ പറയുന്നു, അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും എല്ലാം ധരിച്ച ഒരു തേജോമയമായ ഒരു രൂപത്തെ അർജുനൻ അവിടെ കാണുകയാണ്. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമ സ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനനും ശാശ്വത ധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത്പുരുഷൻ അങ്ങാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാദിമധ്യാന്തം അവനന്ത വീര്യം അനന്ത ബാഹും ശശി സൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തമന്തം. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്ന് തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കാലരൂപത്തെ കുറിച്ച് അർജുനൻ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി ഐശ്വര്യ രൂപത്തെ മാറ്റിയിട്ട് ഭഗവാൻ അർജുനന് തന്റെ കാലരൂപത്തെ, എല്ലാത്തിനെയും സംഹരിക്കുന്ന കാലരൂപിയായിട്ടുള്ള രൂപം എടുത്തുകൊണ്ട് അത് അർജുനനെ കാണിക്കുകയാണ്. 19 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ കാലരൂപത്തെ കുറിച്ചുള്ള വർണ്ണന അർജുനൻ പറയുകയാണ്. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമി ആകാശങ്ങളും സർവ്വദിഗ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ ആശ്ചര്യകരവും ഭയാവഹവുമായ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. അപ്പോൾ ഇവിടെ 3 ലോകങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് അർജുനന് മാത്രമായിട്ടാണ് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത് എന്ന്. കാരണം ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വേറെ ആർക്കും ആ ഭഗവാന്റെ വിശ്വരൂപത്തെ കാണുവാനുള്ള ദിവ്യ ദൃഷ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു 3 ലോകങ്ങളും ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് സംഭ്രാന്തി കൊള്ളുന്നു എന്ന് അർജുനൻ പറയുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നിന്ന് ഉപരിയായിട്ടുള്ള സ്വർഗലോകങ്ങളിൽ, തപോലോകങ്ങളിൽ, ജനോലോകങ്ങളിലെല്ലാം വസിക്കുന്ന ദേവന്മാർക്കും ഋഷിമാർക്കും എല്ലാവർക്കും ഭഗവാന്റെ രൂപത്തെ കാണുവാൻ സാധിച്ചിരിക്കുന്നു. ഭഗവാൻ അവർക്കും ദിവ്യദൃഷ്ടി കൊടുത്തിരിക്കുന്നു ഭഗവാന്റെ രൂപത്തെ കാണുവാൻ. അമീഹിത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ചലയോ ഗൃണന്തി സ്വസ്തിത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഹി പുഷ്കലാഭിഹി. അപ്പോൾ അർജുനൻ പറയുകയാണ്, അങ്ങനെ ആ ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപോകുന്നു. അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പ് കൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം അവിടെ എല്ലാവർക്കും
ഉപരിലോകങ്ങളിലെ ഉന്നത ലോകങ്ങളിലെ ദേവന്മാർക്കും ഋഷിമാർക്കും എല്ലാം ഭഗവാനെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ അവർ ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് സംഭ്രാന്തി പൂണ്ട് അവർ ശരണം പ്രാപിക്കുന്നു, അവർ ഭഗവാനെ സ്തുതിക്കുകയെല്ലാം ചെയ്യുന്നു എന്ന്. രുദ്രാദിത്യ വസവോ യേച സാധ്യ വിശ്വേശ്വിനോ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവ യക്ഷാസുര സിദ്ധ സംഘ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപാധികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. രൂപം മഹത്തേ ബഹുവക്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാഹ പ്രവ്യഥിതാസ്തഥാഹം. മഹാബാഹോ, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകരദംഷ്ട്രങ്ങളുമുള്ള അങ്ങയുടെ വിശ്വരൂപം കണ്ടിട്ട് സർവ്വലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. കാരണം ഭഗവാൻ കാലരൂപം എടുത്തിരിക്കുന്നു. ആ കാലരൂപം എന്നുള്ളത് വളരെ ഭയാനകമാണ് എന്ന് അർജുനൻ പറയുന്നത്. കാരണം ആ കാലരൂപത്തിൽ അനേകം ദംഷ്ട്രങ്ങളും വായിലൂടെ തീ പാളുന്ന മുഖങ്ങളും എല്ലാം കണ്ടിട്ട് എല്ലാ ലോകങ്ങളിലുമുള്ളവർ അസ്വസ്ഥരാകുന്നു എന്ന്. നഭസ്പൃശം ദീപ്തം അനേകവർണം വ്യാതാനനം ദീപ്ത വിശാല നേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികരണ വർണ്ണജാലങ്ങളോട് കൂടിയും പിളർന്ന വായോട് കൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടിയും കൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു. എനിക്ക് എന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല. അത്രയേറെ ഭീകരമായിരുന്നു ഭഗവാന്റെ. കാരണം സംഹാരം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒരുമിച്ച് നശിപ്പിക്കുന്ന രൂപത്തെ കണ്ടിട്ട് എല്ലാവരും ഭയപ്പെടുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ലോകനാഥനായ ദേവദേവ പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലകളെ പോലിരിക്കുന്ന ദംഷ്ട്രാകരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു, ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. അപ്പോൾ ആ ഭഗവാന്റെ സംഹാര രൂപത്തെ കണ്ടിട്ട് അർജുനന് വളരെയധികം ആ സമനില പോലും തെറ്റുന്ന വിധത്തിൽ അത്രയേറെ ഭയഭീതനാകുന്നു അർജുനൻ. അപ്പോൾ പിന്നീട് എന്തൊക്കെയാണ് അർജുനൻ അവിടെ കാണുന്നത്? അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ സർവേ സഹൈവാവനിപാല സംഘൈഹി ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈഹി വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഹി. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും, അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരും എല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായുകളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ട്രങ്ങൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞരയുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദ എഴുതിയിരിക്കുന്നു, നീ കാണാൻ ഇച്ഛിക്കുന്നതെല്ലാം കണ്ടുകൊള്ളുക എന്നാണ് മുൻപ് ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ അർജുനൻ കാണാൻ ഇച്ഛിക്കുന്ന ഈ യുദ്ധത്തിന്റെ എന്തായിരിക്കും ഫലം എന്ന് ഭഗവാൻ ഇവിടെ അർജുനനെ കാണിച്ചു കൊടുക്കുന്നു. യുദ്ധത്തിന്റെ 18 ദിവസത്തെ അല്ലെങ്കിൽ ഈ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഭാവിയെ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. യഥാ നദീനാ ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോക വീര വിശന്തി വക്രാണ്യഭിവിജ്വലന്തി. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് അങ്ങയുടെ വായുകളിലേക്ക് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായുകളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിലെല്ലാം 8-ാമത്തെ അധ്യായത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്നു, സൃഷ്ടി കഴിഞ്ഞ സംഹാര സമയത്ത് എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് എന്താണ്? അർജുനൻ എല്ലാ അവിടെ ആ യുദ്ധക്കളത്തിൽ അണിനിരന്നിരിക്കുന്നവരെല്ലാവരും ഭഗവാന്റെ വായുകളിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഭഗവാൻ കാലരൂപിയായ സംഹാരരൂപിയായ ഭഗവാനാൽ എല്ലാവരും വധിക്കപ്പെടുമെന്ന് അർജുനൻ ഇവിടെ കാണുകയാണ്.
യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഈയാമ്പാറ്റകൾ അതിവേഗത്തിൽ പറന്നു വന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്രങ്ങളിൽ വീണ് നശിക്കുന്നു. ലേലീഹ്യസേന്ദ്രസമാനഃ സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂജ്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായുകളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. അപ്പോൾ അർജുനൻ കാണുകയാണ്, തീയാളുന്ന വായുകളിലൂടെ തീ പാറുന്നു. ആ തീയാളുന്ന വായുകളിലൂടെ ചുറ്റും കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ആ ഭഗവാൻ തന്നിലേക്ക് ആവാഹിക്കുകയാണ്, തന്നിൽ സംസരിക്കുകയാണ്. അത് കണ്ടിട്ട് അർജുനന് ഭയത്തോടുകൂടി അർജുനൻ ചോദിക്കുകയാണ്, എല്ലാ ഉപരിലോകങ്ങളിലുള്ള സ്വർഗലോകങ്ങളിലുള്ള എല്ലാ ദേവതമാരും ഋഷിമാരും എല്ലാം ഭയപ്പാടോടുകൂടി നോക്കുന്നു. അങ്ങനെ തന്നെ അർജുനനും ഭയപ്പാടോടുകൂടി ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, ഞാൻ എന്താണ് കാണുന്നത്, അങ്ങ് ആരാണ് എന്ന്. ആഖ്യാഹി മേകോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ദേവാദിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണ് എന്ന് പറഞ്ഞു തരൂ, ഞാൻ പ്രണമിക്കുന്നു, എന്നിൽ കനിയേണമേ. ആദി പുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം, അങ്ങയുടെ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അർജുനൻ ഭഗവാനോട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എങ്ങും പ്രകടമാകുന്ന എല്ലാത്തിനെയും ഉൾപോകുന്ന ആ ഭഗവാന്റെ ഐശ്വര്യ രൂപത്തെ കാണണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ ഭഗവാൻ ഇവിടെ കാലരൂപിയായ സംഹാരരൂപിയായ ഭഗവാന്റെ ആ രൂപത്തെ കാണിച്ചപ്പോൾ അർജുനന് ഭഗവാൻ എന്താണ് കാണിക്കുന്നത്, ഇത് ആരാണ് എന്ന് മനസ്സിലായില്ല. അപ്പോൾ പക്ഷെ ഭഗവാൻ പറഞ്ഞിരുന്നു അർജുനനോട്, ഞാൻ ഭാവിയിലും നിനക്ക് എന്തെല്ലാം കാണാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അർജുനന് മനസ്സിലായില്ല. അതുകൊണ്ട് അർജുനന്റെ ചോദ്യങ്ങൾ ഭയപ്പാടോടുകൂടി അർജുനൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണ്, അങ്ങ് ആരാണ്, അങ്ങയുടെ ദൗത്യം എന്താണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അർജുനൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കൃഷ്ണനെ തന്റെ സുഹൃത്താണെന്നും ഭഗവാനാണെന്നും അർജുനൻ അറിയാം. എങ്കിലും കൃഷ്ണന്റെ ഈ വിവിധ രൂപങ്ങൾ ദർശിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്ന് പോയി. അതായത് ഭഗവാൻ തന്റെ സുഹൃത്താണ് എന്ന് അർജുനൻ അറിയാം. ഭഗവാൻ തന്റെ സുഹൃത്താണ്, തന്റെ ബന്ധുവാണ്. കൂടാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ആ വൈവിധ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ വിവരിച്ചപ്പോൾ അതിന് മനസ്സിലായി ഭഗവാൻ സാക്ഷാത് ഭഗവാനാണ്, ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉൾപോകുന്ന ഭഗവാനാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ ഭഗവാൻ കാണിക്കുന്ന ഈ രൂപം അതെന്താണ് എന്ന് അർജുനന് മനസ്സിലായില്ല. കാരണം ഭഗവാൻ പറഞ്ഞിട്ടില്ല ഈ രൂപത്തെ കുറിച്ച്. താൻ എല്ലാത്തിനെയും സംഹരിക്കുന്ന കാലരൂപമായിട്ടും മാറുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. ആദ്യം താൻ സംഹാരവും താൻ തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ വിശ്വപ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന ഈ രൂപത്തിലൂടെ താൻ ഇങ്ങനെയാണ് സംഹാരരൂപിയായി കാണപ്പെടുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ രൂപത്തെ കണ്ടപ്പോൾ ഭയപ്പാടും അമ്പരപ്പും വിസ്മയവും എല്ലാം കൊണ്ട് അർജുനൻ ആകപ്പാടെ ഭയഭീതനായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്, അങ്ങയുടെ ദൗത്യം എന്താണ് എന്ന്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 32 മുതൽ ഉള്ള എല്ലാ ശ്ലോകങ്ങളെയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിസ്തരിച്ച് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ അധ്യായത്തിലൂടെ തന്റെ അർജുനന് മാത്രമല്ല നമുക്ക് വേണ്ടിയും കൂടെ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും തന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്നു. താനാണ് എല്ലാത്തിന്റെയും ഉറവിടം, എല്ലാത്തിന്റെയും കാരണഭൂതൻ ഞാനാണ്, സൃഷ്ടി എന്നാൽ ഉണ്ടാകുന്നു, കൂടാതെ ഈ സംഹാരം എന്നാൽ ഉണ്ടാകുന്നു, കൂടാതെ ഇതിന് മധ്യത്തിൽ എല്ലാം സംരക്ഷിക്കുന്നതും താൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എല്ലാവരും ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ ഭഗവാന്റെ സേവകനായ ഭഗവാന്റെ അംശമായ ജീവജാലങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ ഈ മനുഷ്യ ശരീരം നമുക്ക് നൽകുന്നത്, നമ്മളെ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്തുവാനായിട്ട്.
തിരിച്ചു വിളിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അത് മനുഷ്യരൂപത്തിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കുവാൻ, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യരൂപം ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ നമുക്ക് തരുന്നത് ഈ ആധ്യാത്മികമായ ജ്ഞാനം സമ്പാദിച്ച് നമ്മൾ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്തണമെന്നാണ്. അപ്പോൾ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നു നമുക്ക്, നമ്മൾ വെറും ഭഗവാന്റെ നിമിത്ത മാത്രം ഭവ്യസവ്യ ജാതിനാഥനോട് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാവുക. അതായത് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് മാത്രം നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിൽ, നമ്മുടെ ഇന്ദ്രിയ സുഖാനുഭോഗത്തിന്, നമ്മുടെ സന്തോഷത്തിനായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ ബന്ധനത്തിലാക്കപ്പെടുന്നത്. ഇപ്പോൾ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളിലൂടെ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്, ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതുവഴി നമുക്ക് ഇവിടെ നിന്ന് മോചനം സാധ്യമാകുന്നു. അത് മാത്രമേ നമ്മിൽ നിന്ന് ഭഗവാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ ജീവജാലങ്ങൾ എല്ലാവരും ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകണം. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് അദ്ദേഹം ഈ 11ാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്, അർജുനന് കാണിച്ചു കൊടുക്കുന്നത്. അവസാനത്തെ 3-4 ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം ഈ കാര്യം തന്നെ വീണ്ടും വിവരിച്ച് പറയുന്നു. ആ അനന്യമായ ഭക്തിയിലൂടെ എന്നെ അറിയുവാനും എന്നെ മനസ്സിലാക്കുവാനും എന്റെ ധാമത്തിലേക്ക് പോകുവാനും സാധിക്കുന്നു. കൂടാതെ എന്റെ ഭക്തന്മാർ എന്തെല്ലാം ചെയ്യണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആഗ്രഹം അതാണ്. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് പോകാം. ഭഗവാന്റെ ആ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭഗവാന്റെ കരുണയ്ക്ക് പാത്രീഭൂതരാകാം. ഭഗവാന്റെ ആശ്രയത്തിൽ ഇരിക്കുവാൻ സാധിക്കും. ഭഗവാൻ അത്രമാത്രമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ ഭഗവാന് വേണ്ടി ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് ചെയ്യണം. ഈ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നതും അതാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഈ ലെവൽ 2-ൽ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കി, നിങ്ങൾ എല്ലാവരും അതിൽ മീറ്റിംഗ് നടത്തി എന്നറിഞ്ഞു. വളരെ സന്തോഷമായി. അങ്ങനെ എല്ലാ ആഴ്ചയിലും ശനിയും ഞായറും എടുക്കുന്ന ക്ലാസ്സുകൾ ഭഗവത്ഗീത നിങ്ങൾ അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും അത് ചർച്ച ചെയ്യണം. മനസ്സിലാക്കാൻ സാധിക്കാത്തത് അന്യോന്യം ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. അതാണ് ഈ ലെവൽ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും നല്ലവണ്ണം വായിച്ച് പഠിച്ച് ആ ക്ലാസ്സിലേക്ക് പോകണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക, അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ ജ്ഞാനം സമ്പാദിക്കാനുള്ള വഴിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ ഉണ്ടാകുന്നുണ്ട്, അന്യോന്യം സംസാരിച്ച് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അന്യോന്യം കൊടുക്കുക. അങ്ങനെ അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാം സൗകര്യമായിട്ട് വന്നു എന്ന് വരികയില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ അന്യോന്യം സംസാരിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അതിനുള്ള പോംവഴികളെല്ലാം അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളൊരു കുടുംബം പോലെ ലെവൽ 2 ഈ ആധ്യാത്മികമായ ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലി മാതിരി നമ്മൾ ഒത്തൊരുമിച്ച് ചേരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് നാമനിഷ്ഠ പ്രഭു. എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇതേപോലെ മീറ്റിങ്ങും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് പക്ഷേ മാതാജിമാർ, ക്ലാസ് എടുക്കുന്ന മാതാജിമാർ നിങ്ങളുടെ ക്ലാസിന്റെ അറ്റൻഡൻസ് എടുത്തിട്ട് അത് അന്നത്തെ മീറ്റിംഗ് കഴിയുന്ന ദിവസം അറ്റൻഡൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യണം, ഗ്രൂപ്പിൽ കാണിക്കണം. അറ്റൻഡൻസ് ആരൊക്കെ, അവരുടെ ഒരു അറ്റൻഡൻസിന്റെ ഫോം ഞാൻ അയച്ചു തരാം. ആ ഫോം ഉണ്ടാക്കിയിട്ട് അവരുടെ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവരുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, പിന്നെ അവരുടെ ഒരാഴ്ചത്തെ അവരുടെ എന്തെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം മാല ജപിക്കുന്നുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങൾ അതും അതിൽ ഫില്ല് ചെയ്തിട്ട് അത് ഞായറാഴ്ചയോടുകൂടി ഗ്രൂപ്പിൽ ഇടണം. കാരണം ഈ ലെവൽ 2 അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിന്റെ അഡ്മിൻ ജാനകി മാതാജിയാണ്. അവർക്ക് ആ അറ്റൻഡൻസ് ആവശ്യമുണ്ട്. അവർക്കത് നാമനിഷ്ഠ പ്രഭുവിന് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ടീച്ചർമാർ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഈ ആഴ്ച എല്ലാവരുടെയും നിങ്ങളുടെ ക്ലാസ്സിലെ പാർട്ടിസിപ്പൻസിന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വാങ്ങിക്കുക.
പിന്നീട് അറ്റൻഡൻസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ ഈ ഒരാഴ്ചത്തെ എല്ലാ ആക്ടിവിറ്റീസും അവരോട് പറയാൻ പറയുക. എത്ര റൗണ്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, എത്രാമത്തെ അധ്യായം വരെ എത്തി എന്നെല്ലാം ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അത് അറ്റൻഡൻസ് ഷീറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടാൽ മതി. ജാനകി മാതാജി അവിടെ നിന്ന് എടുത്തുകൊള്ളും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃഷ്ണ മാതാജി പറയൂ. മറ്റേ 1 കഴിഞ്ഞ് 2 ലിങ്ക് കിട്ടോന്ന് ചോദിക്കുന്നു. ആദ്യം കഴിഞ്ഞവര് ചോദിക്കുന്നു. 1 ലെവൽ 1 കഴിഞ്ഞു, ലെവൽ 2 ലിങ്ക് കിട്ടോന്ന് ചോദിക്കുന്നു. അത് ഞാൻ ഇടാം. കാരണം ലെവൽ 1 ലെവൽ 2 ചേരാനുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിരുന്നല്ലോ. ഞാൻ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ടിരുന്നു. അവർക്ക് ഒരു തവണ കൂടി ഇടാം. അപ്പോൾ അതുവഴി ആ ലിങ്ക് വഴി അവർക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെയിലിൽ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിലില് അമ്പലത്തിൽ നിന്ന് തന്നെ അവർ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. എല്ലാവരും മെയിൽ ചെക്ക് ചെയ്യാൻ മതി. ഇമെയിൽ ചെക്ക് ചെയ്യുക. ഇമെയിൽ ചെക്ക് ചെയ്താൽ അതിലുണ്ടാകും. ശരി ശരി, ഞാൻ ഗ്രൂപ്പിൽ ഇടാം ലിങ്ക്. ഹരേ കൃഷ്ണ. കിട്ടിയില്ല. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതൊന്നല്ല ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെയോ? ഞാൻ സൂര്യ മാതാജിയോട് പറയാം. നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. അത് ഹരേ കൃഷ്ണ. ഗ്രൂപ്പ് 4 എന്റെ പേരുണ്ടായിരുന്നു, പക്ഷെ അതിൽ ലിങ്ക് എനിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ഗ്രൂപ്പ് 4 അത് ഇനിയിപ്പോ ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാകുക. അപ്പോൾ ആ ഗ്രൂപ്പില് ആ മീറ്റിംഗിന്റെ ദിവസം ലിങ്ക് ഇടും. അപ്പോൾ അതുവഴി കയറാം നിങ്ങൾക്ക്. അപ്പൊ ഈ ലിങ്ക് കിട്ടിയില്ല. പിന്നെ തിങ്കളാഴ്ച ഒരു ദിവസം ലിങ്ക് കിട്ടുന്ന അതിൽ ഞാൻ കയറിയായിരുന്നു. അതെ, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ക്ലാസ്. ശരി ശരി. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ഭഗവത്ഗീത की जय। श्रील प्रभुपाद की जय। वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णव अनंत कोटि वैष्णव की जय। श्रील प्रभुपाद।